അപ്പം നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് കളർഫുൾ കല്ലേഴ്സ്. നമ്മളിന്ന് കുറേ വെറൈറ്റി കല്ലുകളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതാണ് തന്നെ നമുക്കൊരു ഒരു കളർ. ഇപ്പൊക്കെ മഴ പെയ്യുന്ന സമയമാണ്. ചൂടുകാലത്തും മഴ, വേനൽ മഴ, ഇപ്പം എല്ലാവർക്കും ചൂടുകൂടി വെള്ളം വീടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കല്ലുകളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാണ്, എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട കിട്ടുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുവാണ്, ഇവിടെയൊക്കെ പരുതുവാണ്. ഒന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേറൊരു കല്ലും കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 കല്ല് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് വെറൈറ്റി കല്ല് കിട്ടും. വേറൊരു വെറൈറ്റി കല്ലും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കിട്ടും. നോക്കി ഇവിടെ നിന്ന് ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കും. കല്ലൊക്കെ ഇങ്ങനെ വേറെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഇങ്ങനത്തെ കല്ലൊക്കെ കിട്ടുക. ഇങ്ങനത്തെ ഡിസൈൻസ് കല്ലുള്ളത്. ഇതുപോലത്തെ കല്ലൊക്കെ കുറേ ഉണ്ട് ഇവിടെ. കണ്ടോ, വെറൈറ്റി കല്ലുണ്ട് ഇവിടെ. കുറേ കല്ലെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ഇതൊക്കെ ചൂടുകാലത്തൊന്നും ഇവിടെ ഈ ഫെബ്രുവരിയിലൊന്നും ഇവിടെ ഇല്ല. മഴയാണ് കഴിച്ചാൽ ഇതൊക്കെ വന്നു. എല്ലാ ചെടികളൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കല്ലുപിടിക്കാൻ ഇപ്പം നമുക്ക് ടോട്ടൽ 3 കല്ലുകളാണ് കിട്ടിയിരിക്കുന്നത്. 3 കല്ലുകൾ ഇത്രയും. നമുക്ക് അടുത്ത കല്ലിലേക്ക് കടക്കാം മച്ചന്മാരെ. ഇവിടെ ഒരു കല്ല് കിടക്കുന്നു. കിട്ടിയിട്ടുണ്ട്. സാധനം അറിയില്ല, കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കഴുകണം. വാഷിട്ടെ നല്ല സംഭവം നോക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കല്ലാണ് കിട്ടിയിരിക്കുന്നത്. അത് അത്രയായിട്ട് ക്ലീനായിട്ടില്ല. കുറച്ചുകൂടി ക്ലീനാക്കാം. ക്ലീനാക്കാം. ക്ലീനാവുകയാണ്. ഓക്കെ, നമ്മുടെ സാധനം ക്ലീനായിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു ലക്ഷം. ഇപ്പം നമുക്ക് 4 കല്ല് കിട്ടിയിരിക്കുന്നു മച്ചാമാരെ. നമുക്ക് ആ പുറകിൽ പോയി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇവിടെയൊക്കെ തപ്പ് നോക്കണം. ഇപ്പം ഞാൻ ഇന്നലെ കുറേ കാന്ത എടുത്തിട്ട് കല്ലൊക്കെ നോക്കുമ്പോൾ കുറേ കല്ലൊക്കെ കിട്ടി. വേറെ കല്ല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് കണ്ടോ ഗൈസ്? എന്തൊരു മുതല പോലെയുണ്ട് കണ്ടിട്ട്. ഉണ്ടോ? അല്ലെങ്കിൽ ഒരു മൗസ് ഇരിക്കുന്ന പോലെ എന്താ സാധനമല്ല. ഒരു മുതലേൻ്റെ ഷേപ്പ് പോലൊക്കെ ഉണ്ട് കണ്ടിട്ട്. എത്ര ഷേപ്പൊക്കെയുള്ളതിന്. മുതലേൻ്റെ ഷേപ്പ് ആയിരുന്നു കേട്ടോ. മുതലേൻ്റെ ഷേപ്പാണ് ഇതിനുള്ളത്. ദിവസം ഉണ്ടെന്നാലും കാണാൻ. വാഷ് ചെയ്യാം. നിങ്ങളിന്ന് വാഷ് ചെയ്യാൻ പോകണം മച്ചമ്പരെ. വാഷ് ചെയ്യാം. ഇവിടെയൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സൈഡൊക്കെ കണ്ടോ, നല്ല സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്ക്രാച്ച് ആയിരിക്കുന്നു. സ്ക്രാച്ച് വെട്ടിത്തിളക്കുന്ന കല്ല. ഇത് കല്ലിക്കല്ലാണ് തോന്നുന്നത്. അത് പോട്ടെ, പുഴയിൽ കിട്ടുന്ന കല്ല. ഇത് ഇവിടുന്ന് ഇവിടെ വന്നത് എനിക്കറിയില്ല. കിട്ടിയില്ലേ, അത് മതി. എനിക്ക് ഇവിടെ നിന്നാണ് എല്ലാത്ത കുറച്ച് ഇവിടേക്കാണ് വേറെ ഡിസൈനുള്ള കല്ലുകളുള്ളത്. പക്ഷെ അത് നമുക്ക് തപ്പാൻ പറ്റില്ല. അതാണ് വേറെ കാര്യം. ഇവിടെ കുറേ കാന്തുള്ള കല്ലുകളുണ്ട്. നിങ്ങൾക്ക് പോലും കാണാൻ പറ്റില്ല. അത്രയും കുറേ ഉണ്ട്. ഈ പുഴുക്കുഞ്ഞിക്കുഞ്ഞികൾ കുറേ കാന്തുള്ള. എനിക്ക് അത്രയും പറയാനൊന്നും പറ്റില്ല. അത്രയും കാന്തമുണ്ട് അവിടെ. കാന്തിൽ പെടുന്ന കല്ലുകളുണ്ട്. 20 കിട്ടി. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞിക്കടൽ പുറക്കിൽ എന്തോ നമുക്ക് വേറെണ്ണം കിട്ടി. ഇവ നമുക്ക് ടോട്ടൽ എത്ര കല്ല് കിട്ടി നോക്കാം. അപ്പം 1 2 3 4 5 6 കല്ലുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് തപ്പാം, എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് എവിടെയായിരിക്കും? കല്ലൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇവിടെയൊന്നും കാണുന്നില്ല. ഇതൊന്നും സാധനം ഇവിടെ എന്തുണ്ട്? നമുക്ക് വേറൊന്നും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കാം. ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം 7 കല്ലുകളാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അപ്പം കുറേ കല്ല് കിട്ടാനുണ്ട്. ഇത്രയും ഇതുണ്ട്. ഇനിയുണ്ട് ഇവിടെ കുറേ കല്ലുകൾ. ഇവിടെയൊക്കെ ഉണ്ട് കാണിച്ചിട്ടുണ്ട്. ഇനി പുറകതിപ്പെട്ട കല്ലുണ്ട്. ഇതെന്താണെന്ന് പറയട്ടെ, ബ്ലാക്ക് സാധനം തരട്ടെ. ഈ ഷീറ്റിലെ കെമിക്കലാണ് ഈ കാണുന്നത്. ഇതാണെന്നും അറിയില്ല, കിട്ടിയിട്ടുണ്ടായിരിക്കും. കല്ലാണ് സാധനം ഉണ്ടോ കാണുന്നു. സാധനം കിട്ടിയിട്ടുണ്ട്. വാഷ് ചെയ്യാം. വാഷ് ടൈലാണ്. പക്ഷെ ഇത് ടൈലൊന്നല്ല സാധനം. ഇത് വേറെ എന്തോ ഒരു റോക്ക് തന്നെയാണ്. ഇത് കല്ലാണ്. ഞങ്ങൾ വിചാരിക്കും ഇതൊരു ടൈലാണ്, പക്ഷെ ടൈലല്ല. ഇതൊക്കെ കല്ല് തന്നെയാണെന്ന് തോന്നുന്നത്. കടത്തിലേക്ക് തപ്പാം. ഇവിടേക്ക് ഉണ്ടോ എനിക്കറിയില്ല. ഗസ് വേറെണ്ണം കിട്ടിയിരിക്കുന്നു. ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പാടാണ്. എന്തെങ്കിലും കത്തി കൊണ്ട് എന്താ വലിയ സാധനം കൂടെ കുത്തിയെടുക്കണമെന്ന് തോന്നുന്നു. കുത്തി ഒന്നും എടുക്കേണ്ടി വരാൻ വേണ്ട. ഈ കല്ലും കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ കല്ല് രസമുണ്ടല്ലേ. ഈ കല്ല് കാണുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ കല്ല് അടുത്ത്